പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വ്യാകുല മാതാവിന്റെ കൊച്ചു സഹോദരികൾ എന്ന സന്യാസ കുടുംബത്തെ പറ്റി, വിശുദ്ധ ക്ലേലിയ സ്ഥാപിച്ച സന്യാസ കുടുംബത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഇതുപോലെ മനോഹരമായൊരു ദിവസം വിശുദ്ധ ക്ലേലിയയും 3 കൂട്ടുകാരികളും സമോജ നദീതീരത്തിരിക്കുന്നു. അവർക്ക് ഒരേയൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ: ലോകത്തെ പരിത്യജിച്ച് ക്രിസ്തുവിനായി ജീവിക്കുക. ഒരേയൊരു സ്നേഹം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ സ്നേഹം, ക്രിസ്തു. അതുമാത്രം, അത് മുഴുവൻ. എന്നത്തെയും പോലെ അന്നും അവർക്കും പല പല പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വന്നു. ഒന്നാമതായി ഇറ്റലിയിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട് എല്ലാ സന്യാസാശ്രമങ്ങളും അടച്ചു പൂട്ടപ്പെടുന്ന ഒരു കാലഘട്ടം. രണ്ടാമതായി ക്ഷയരോഗത്താൽ വലഞ്ഞ് വിശുദ്ധ ക്ലേലിയ മരണത്തോട് മല്ലടിച്ചു കഴിയുന്ന നിമിഷം. അതിനപ്പുറം ആ നാട്ടുകാർ പല പല ഊഹാപോഹങ്ങൾ പറഞ്ഞ് അവരെ ചീത്തയായി ചിത്രീകരിക്കുന്നു. എങ്കിലും വിശുദ്ധ ക്ലേലിയയുടെ ഹൃദയാഭിലാഷവും ക്രിസ്തുവിന്റെ അഭിലാഷവും ഒന്നായതിനാൽ 1868 മെയ് 1 നന്മ ചെയ്യാനും പ്രാർത്ഥിക്കാനുമായി നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞ് വിശുദ്ധ ക്ലേലിയ വ്യാകുല മാതാവിന്റെ കൊച്ചു സഹോദരികൾ എന്ന സന്യാസ കുടുംബത്തിന് രൂപം കൊടുത്തു. അതേ കൂട്ടുകാരെ, കർത്താവിനായ ഒരുവൻ എത്രമാത്രം ഇല്ലാതായിത്തീരുന്നുവോ അത്രയും ശക്തിയോടെ ക്രിസ്തു അവനെ മുളച്ചു കൊന്നു. അതെ, ക്രിസ്തു തിരഞ്ഞെടുക്കുന്നതും സ്നേഹിക്കുന്നതും ഇല്ലായ്മയെയും നിസ്സാരതയെയുമാണ്. അതുകൊണ്ട് കർത്താവിന്റെ ചെറിയവരുടെ ഗണത്തിലേക്ക് എത്താനായി നമുക്ക് പരിശ്രമിക്കാം.